Hey guys, welcome back to Vandi Malayalam and welcome to another episode of Safety Sunday. സേഫ്റ്റി സൺഡേയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് SMKയുടെ സ്റ്റെല്ലാർ എന്ന് പറയുന്നൊരു മോഡലാണ്. പ്രൈസ് വൈസ് നോക്കിയാലും സേഫ്റ്റി വൈസ് നോക്കിയാലും സ്റ്റൈലിംഗ് വൈസ് നോക്കിയാലും നല്ലൊരു അഫോർഡബിൾ വാല്യൂ ഫോർ മണി മോഡലായിട്ട് വരുന്നൊരു ഹെൽമെറ്റാണ് ഈ കാണുന്ന SMK സ്റ്റെല്ലാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് കിട്ടുന്നതുള്ളതും എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങാൻ സാധിക്കുന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നോക്കാം. SMK എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡ്സ് എന്ന് പറയുന്ന ഹെൽമെറ്റ് മാനുഫാക്ചറിൻ്റെ തന്നെ ഒരു പ്രീമിയം സബ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം നമ്മുടെ വേഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിസ് ഹെൽമെറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്ത്യൻ ബ്രാൻഡ്സിന് പലർക്കും സബ് പ്രീമിയം ബ്രാൻഡുകളുണ്ട്. സോ SMK ഈസ് വൺ ഓഫ് ദം. അപ്പം എന്താണ് ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു നല്ല സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. സോ ഒരു നല്ല എയറോ ഡൈനാമിക് ഡിസൈനാണ് കമ്പനി ഈ ഒരു ഹെൽമെറ്റ് കൊടുത്തിരിക്കുന്നത്. എയർ വെന്റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ചിൻ ഏരിയയിൽ ഒരെണ്ണമുണ്ട്, അതേപോലെ തന്നെ ടോപ്പ് ഏരിയയിലും ഉണ്ട്. അതിൻ്റെ എക്സോസ്റ്റ് നമുക്ക് ഈ ഒരു ബാക്ക് പോർഷനിലും കിട്ടുന്നുണ്ട്. ഓപ്പണും ക്ലോസും ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു എയർ വെന്റിലേഷൻസ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വൈസർ മെക്കാനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻലോക്ക് 70 റെഡി വൈസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. പോളി കാർബണേറ്റ് വൈസറാണ്. ആൻറ്റി സ്ക്രാച്ച് പ്രോപ്പർട്ടീസും ഈ ഒരു വൈസറിലുണ്ടെന്നാണ് SMK പറയുന്നത്. സോ പിൻലോക്ക് റെഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് 70 പിൻലോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. സോ മഴയത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഈ ഒരു വിൻസ്ക്രീൻ കയറി ഫോഗപ്പ് ആവുന്ന ഒരു പ്രശ്നം വരില്ല. അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ഒരു വൈസറാണ് ഇതിൽ വരുന്നത്. ഓഫ് കോഴ്സ് ഇതുപോലെയുള്ള പ്രീമിയം ഹെൽമെറ്റ്സുകളൊക്കെ തന്നെ നമുക്ക് അത്തരം വൈസറാണ് വരുന്നത്. അതേപോലെ ഒരെണ്ണം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോർമൽ ഒരു ഹെൽമെറ്റിന് അല്ലെന്നുണ്ടെങ്കിൽ MD ഹെൽമെറ്റ്സ് പോലെയുള്ള പ്രീമിയം ഹെൽമെറ്റ്സിനെക്കാളും കുറച്ചും കൂടെ എസ്തെറ്റിക്കലി നമുക്ക് കാണാൻ പ്ലീസിംഗ് ആയിട്ടുള്ള രീതിക്ക് ആണ് ഈ ഒരു വിൻഡ് വൈസറിനെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ക്വിക്ക് റിലീസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മാറ്റി നമ്മളുടെ ടിൻറ്റഡ് വൈസർ വേണമെങ്കിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഊരി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. സെക്കൻഡറി വൈസർ ഇതിനുള്ളിൽ വന്നിട്ടില്ല. സോ ഒരു സിംഗിൾ വൈസർ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പോയിലർ ഡിസൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഹെൽമെറ്റിലും നമുക്ക് ഇതുപോലുള്ള സ്പോയിലർ ഡിസൈൻ കാണാൻ സാധിക്കും. സോ എയറോ ഡൈനാമിക്കലി അത് ഈ ഒരു ഡിസൈനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ എസ്തെറ്റിക്കലി ആണെങ്കിലും ഹെൽമെറ്റ് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ലുക്ക് വരുന്നുണ്ട്. ഇമ്പാക്ട് റെസിസ്റ്റൻറ്റ് തെർമോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അകത്ത് നമുക്ക് റിമൂവബിൾ ആൻഡ് വാഷബിൾ ആയിട്ടുള്ള ആൻറ്റി അലർജറ്റിക് ഫോം പാഡിങ്സും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡിങ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓടിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് ഒരു സ്നഗ് ഫിറ്റും അല്ല, എന്നാൽ ഒത്തിരി ലൂസ് ഫിറ്റും അല്ലാതെ ഒരു കംഫർട്ട് ഫിറ്റ് ലെവൽസിലാണ് ഇതിൻ്റെ പാഡിങ്സ് വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി പാഡിംഗ് ആയിട്ട് തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ചിൻ കട്ടൺ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ വലിപ്പം കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ കൊല്ലാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് നമുക്ക് അതും ഇതിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അകത്ത് നമുക്കൊരു നോസ് വിൻഡ് ഡിഫ്ലക്ടറും ഇതിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ബ്രത്ത് ഡിഫ്ലക്ടറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റനിങ് മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ക്വിക്ക് റിലീസ് മെക്കാനിസം ആണ് വന്നിരിക്കുന്നത്, ഡബിൾ ഡീറിംഗ് അല്ല. സോ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കുറേ കൂടെ കൺവീനിയൻറ്റ് ഡബിൾ ഡീറിങ്ങിനേക്കാളും ഈ കാണുന്ന ക്വിക്ക് റിലീസാണ്. ഇതിൻ്റെ സേഫ്റ്റിയിലും നമ്മളധികം പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നല്ല സേഫ്റ്റി റേറ്റിങ്ങോട് വരുന്ന ഒരു ഹെൽമെറ്റാണ്. നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞുതരാം. ബട്ട് ട്രാക്കിൽ ഇറക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഹെൽമെറ്റ് പറ്റിയതല്ല, കാരണം ഇതിൽ ഡബിൾ ഡീറിംഗ് ഇല്ല. ട്രാക്കിൽ നമുക്ക് ഡബിൾ ഡീറിംഗ് മാൻഡേറ്ററി ഒരു സംഭവമാണ്. സോ ബട്ട് ഡേ ടു ഡേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്വിക്ക് റിലീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി സേഫ്റ്റി റേറ്റിംഗിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ഇതിന് 3 തരം സേഫ്റ്റി റേറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ISI ഉണ്ട്, DOT ഉണ്ട്, അതേപോലെ തന്നെ ECE സർട്ടിഫൈഡ് ആണ്. ECE സർട്ടിഫൈഡിൽ തന്നെ ഏറ്റവും ഹയർ റേറ്റിംഗ് ആയിട്ടുള്ള 22.06 റേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണിത്. ഇത് വളരെ റെയർ ഹെൽമെറ്റ്സിലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതും ഇപ്പോൾ MD എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MDയുടെ തന്നെ ഒരു 13,000 റുപ്പീസോളം പ്രൈസ് വരുന്ന ഹെൽമെറ്റിൽ വരുന്ന അതേ സേഫ്റ്റി റേറ്റിംഗ് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ SMKയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ജെന്യൂനിറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നോർമലി മാനുഫാക്ചറേഴ്സ് അങ്ങനെ വെറുതെ ഫേക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാറില്ല. ഒട്ടിച്ചാൽ തന്നെ അവർക്ക് വലിയ വലിയ ഫൈനും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതാണ്, ഇൻ കേസ് അത് ഫേക്ക് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ. സോ ആ കാര്യത്തിൽ SMK അങ്ങനെ ഫൂൾ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ. സോ ഈ ഒരു റേറ്റിംഗ് ഇതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഈ ഒരു സേഫ്റ്റി റേറ്റിംഗ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഗുഡ് തിങ്. അപ്പോൾ അതാണ് സേഫ്റ്റി റേറ്റിങ്ങിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. ഏകദേശം 1600 ഗ്രാമോളമാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. ഓൺ പേപ്പർ നമുക്കിത് കേൾക്കുമ്പോൾ കുറച്ച് ഹെവിയർ സൈഡായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ. ബട്ട് ഇത് ലോങ് ടൈം യൂസ് ചെയ്താൽ മാത്രമേ ആ വെയിറ്റിൻ്റെ ഡ്രോബാക്ക് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് പിന്നീട് ഇത് ടെസ്റ്റ് യൂണിറ്റ് കിട്ടുമ്പോൾ നോക്കാം. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഒരു ഹെൽമെറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അത് നല്ല സ്റ്റെൽത്തി ലുക്കിംഗ് ആണ്. അധികം കളറെല്ലാം കൂടെ കയറിയിട്ട് ഒരു എപ്പോഴും പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈൻസ് അല്ലെങ്കിൽ കളേഴ്സ് ഇഷ്ടപ്പെടാത്ത ആളുകൾ, കുറച്ച് സട്ടിലായിട്ടുള്ള കളേഴ്സ് മതി, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ലവേഴ്സ് പോലുള്ളവർക്ക്
പറ്റിയ ഒരു ഹെൽമെറ്റാണ്. ഇത് നല്ല ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വളരെ മിനിമലായിട്ട് എന്നാൽ നല്ല സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഗ്രാഫിക്സിലാണ് ഈ ഒരു ഹെൽമെറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വേരിയസ് ഹെൽമെറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. ബട്ട് 2 ഷെൽ സൈസസ് മാത്രമേ ഉള്ളൂ, മീഡിയവും ലാർജും. ബട്ട് നമ്മുടെ ഹെഡ് സൈസിനനുസരിച്ച് നമുക്ക് അകത്തെ പാഡിങ്സിൽ പല സൈസിലുള്ളത് കിട്ടുന്നുണ്ട്. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4300 രൂപ മാത്രമാണ് ഈ ഒരു ഹെൽമെറ്റിന് SMK പ്രൈസ് ഇട്ടിരിക്കുന്നത്. സോ 4300 രൂപ എന്നുള്ളൊരു പ്രൈസ് ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽമെറ്റ്സ് യു ക്യാൻ ഫൈൻഡ് ഇൻ ദിസ് പ്രൈസ് എന്ന് ഞാൻ പറയും. സെക്കൻഡറി വൈസർ ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല, അൺലെസ് അത് അത്രയ്ക്കൊരു ബ്രൈറ്റ് ഡേയിൽ നമ്മൾ ഓടിക്കുന്ന സമയത്തല്ലാത്ത പക്ഷം. ബട്ട് പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സേഫ്റ്റി, ലുക്ക്, അതേപോലെ തന്നെ ഫങ്ഷണാലിറ്റി ഒക്കെ തന്നെ ചേർന്ന് വരുന്ന ഒരു ഹെൽമെറ്റ് മോഡൽ തന്നെയാണ് ഈ ഒരു SMKയുടെ സ്റ്റെല്ലാർ. ഇത് ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഒരു മോഡലാണ്, ലൈക്ക് ഈ ഒരു സ്റ്റെല്ലാർ സീരീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഈ ഒരു ഹെൽമെറ്റിൻ്റെ യൂസർഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളത്. കാരണം ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, ജസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള റൈഡിംഗ് ഗിയേഴ്സ് ഉണ്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരിക മാത്രമാണ് ഈ ഒരു വീഡിയോ സീരീസിനോട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് കാണുകയും ചെയ്യരുത്. സോ നിങ്ങൾക്ക് റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഹെൽമെറ്റ് നമ്മുടെ ഒരു ടെസ്റ്റ് പീസ് കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി വിൻ നോയ്സ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയുണ്ട്, പെയിൻറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഫോഗപ്പ് ആവുന്ന വിഷയങ്ങളുണ്ട്, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക യൂസേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇഗ്നേറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. സോ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് റൈഡിംഗ് ഗിയേഴ്സ് പല വെറൈറ്റി ഓഫ് പ്രൈസ് റേഞ്ചിലുള്ള പല ടൈപ്പ് പല ബ്രാൻഡിൻ്റേത് ഇതേപോലെ ഈ ഒരു സേഫ്റ്റി സൺഡേ വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ഔട്ടായി പോകരുത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂ വീഡിയോസ്, അതുപോലെ തന്നെ റൈഡിംഗ് ടിപ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും മിസ് ഔട്ട് ആകാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നതുവരെ ഇറ്റ്സ് മീ നജീബ്.